ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക, ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ മീനിങ്ങിൻ്റെ ബേസിലുള്ള കമ്പാരിസൺ ആണ്. Direct tax is referred to as the tax levied on person's income and wealth and is paid directly to the government. Indirect tax is referred to as the tax levied on a person who consumes the goods and services and is paid indirectly to the government. അപ്പോൾ ഒരു മേജർ ഡിഫറൻസ് ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും മീനിങ്ങിൽ തന്നെയുണ്ട്. ഫസ്റ്റ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പെയ്ഡ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ്. ഡയറക്റ്റ് ടാക്സ് എന്നുള്ള പേരിൽ തന്നെ നമുക്കറിയാം അതിൻ്റെ പേയ്മെൻറ്റ് ഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻഡയറക്ട്ലി ടു ദ ഗവൺമെൻറ് ആണ്. രണ്ടാമത്തെ കമ്പാരിസൺ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ആണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ റിഗ്രസീവ് ടാക്സ് ആണ്. പ്രോഗ്രസീവ് ടാക്സ് എന്താണ്, റിഗ്രസീവ് ടാക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടാക്സിൽ കണ്ടു. എന്താണ് പ്രോഗ്രസീവ് ടാക്സ്? ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് റേറ്റും ഇൻക്രീസ് ചെയ്യുന്നു. റിഗ്രസീവ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം നേച്ചറിൻ്റെ ബേസിലാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും കമ്പാരിസൺ. രണ്ടാമത്തെ പോയിന്റ്. തേർഡായിട്ട് പറയുന്നത് ഇൻസിഡൻസ് ആൻഡ് ഇമ്പാക്റ്റ് ആണ്. ഡയറക്റ്റ് ടാക്സിൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും രണ്ടും ഒരേ വ്യക്തിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, രണ്ടും ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കും. ഇൻഡയറക്റ്റ് ടാക്സിൽ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഫോൾ ഓൺ ഡിഫറെൻറ്റ് പേഴ്സൺ, രണ്ടും രണ്ട് വ്യക്തികളിലായിരിക്കും. മറ്റേത് ഒരേ വ്യക്തിയിലായിരിക്കും. ഇതിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോഴത്തെ ഇമ്പാക്റ്റും അതിൻ്റെ ഇൻസിഡൻസും രണ്ട് വ്യക്തികളിലായിട്ടായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ടൈപ്സ് ആണ്. ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ടൈപ്പ് ഓഫ് ടാക്സസ് ആണ് വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ്. ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്ന ടാക്സസ് ആണ് സെൻട്രൽ സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, സർവീസ് ടാക്സ്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി. അപ്പോൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും വരുന്ന ടാക്സുകൾ എന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വൺ ഇമ്പോസിഷൻ ആൻഡ് കളക്ഷൻ ആണ്. ഡയറക്റ്റ് ടാക്സിൽ ഇമ്പോസ്ഡ് ഓൺ ആൻഡ് കളക്റ്റഡ് ഫ്രം അസസ് ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ, ഹിന്ദു, അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം എക്സെട്ര. ഡയറക്റ്റ് ടാക്സ് മെയിനായിട്ടും കളക്ട് ചെയ്യുന്നത് ആരിൽ നിന്നൊക്കെയാണ്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ആൻഡ് കളക്റ്റഡ് ഫ്രം കൺസ്യൂമേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബട്ട് പെയ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ബൈ ദ എസ്എസ്സി. അതായത് മെയിനായിട്ടും ടാക്സ് കളക്ട് ചെയ്യുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പേയ്മെൻറ്റിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ ഇൻഫ്ലേഷൻ. ഡയറക്റ്റ് ടാക്സ് ഹെൽപ്പ് ഇൻ റെഡ്യൂസിങ് ഇൻഫ്ലേഷൻ. ഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഫ്ലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇൻഡയറക്റ്റ് ടാക്സിൽ. നെക്സ്റ്റ് വൺ ഷിഫ്റ്റിംഗ്. ഡയറക്റ്റ് ടാക്സ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പറഞ്ഞു ആരിലേക്കാണോ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് അയാൾ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തണം. ഇറ്റ് കാനോട്ട് ബി ഷിഫ്റ്റഡ്. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വേറൊരാളിലേക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇവൻ്റ് ആണ്. ടാക്സബിൾ ഇൻകം ഓർ വെൽത്ത് ഓഫ് ദ എസ്എസ്സി. എന്തിൻ്റെ മുകളിലാണ് ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്? ഇൻകത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആരാണോ അത് അസസ് ചെയ്യുന്നത്, ആരാണ് പ്രൊസസ് ചെയ്യുന്നത് അയാളുടെ വെൽത്തിൻ്റെ മുകളിലാണ് ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ പർച്ചേസ്, സെയിൽ, മാനുഫാക്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് പ്രൊവിഷൻ ഓഫ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. നെക്സ്റ്റ് പോയിന്റ് പേയ്മെൻ്റ് ആണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലംസമായിട്ടാണ് ഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുക. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. അല്ലെ, ഇൻഡയറക്റ്റ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ്? നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെ, ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോഴാണ് അതിൻ്റെ പ്രൈസിൽ ഇൻക്ലൂഡഡ് ആണ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡയറക്റ്റ് ടാക്സ് പോലെ ഒരു ലംസമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടി വരില്ല. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസ് എത്രയാണോ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിൻ്റെ കൂടെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആണ്, ഡയറക്റ്റ് ടാക്സിൻ്റെ ലംസമാണ്. നെക്സ്റ്റ് വൺ ബേർഡൻ ഓഫ് പേയ്മെൻ്റ് ആണ്.
ഡയറക്റ്റ് ടാക്സിൻ്റെ ബേർഡൻ ഓഫ് പേയ്മെൻറ്റ് വളരെ സിവിയർ ആണ്, വലിയൊരു ബേർഡൻ ഉണ്ടാവും. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബേർഡൻ ഇസ് നോട്ട് സിവിയർ, ചെറിയൊരു ബേർഡൻ മാത്രമേ ഒരു ടാക്സ് പെയർക്ക് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് വൺ ഇവേഷൻ ആണ്, ടാക്സിൻ്റെ ഇവേഷൻ. ഡയറക്റ്റ് ടാക്സിൽ ടാക്സ് ഇവേഷൻ പോസിബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കൊക്കെ ആണെങ്കിൽ അയാളുടെ ടാക്സ് കുറയാനായിട്ട്, ടാക്സിൽ നിന്ന് ഇവേഡ് ചെയ്യാനായിട്ട്, ടാക്സ് ഇവേഷൻ നടത്താനായിട്ട് അയാൾക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ കണക്കുകളിൽ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ടാക്സ് ഇവേഷൻ പോസിബിൾ ആണ് ഡയറക്റ്റ് ടാക്സിൽ. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സിൽ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. എന്തുകൊണ്ടാണ്? അതിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അതിൻ്റെ ടാക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ ചാർട്ടിൽ പറയാനുള്ളത്. നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. മീനിങ് ആണ്, അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡയറക്റ്റ് പേയ്മെൻ്റ് ആണ് ഗവൺമെൻറ്റിലേക്ക്, ഇൻഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് പേയ്മെൻ്റ് ആണ്. രണ്ടാമത് നേച്ചറിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഡയറക്റ്റ് ടാക്സ് പ്രോഗ്രസീവ് നേച്ചറാണ്, ഇൻഡയറക്റ്റ് ടാക്സ് റിഗ്രസീവ് ആണ്. ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഡയറക്റ്റ് ടാക്സിൽ ഒരേ വ്യക്തിയിൽ തന്നെ ആയിരിക്കും, അതേസമയം ഇൻഡയറക്റ്റ് ടാക്സിൽ ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കും ഇമ്പാക്റ്റും ഇൻസിഡൻസും വരുന്നത്. ദെൻ മെയിൻ ആയിട്ടുള്ള ടാക്സുകൾ ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൽ വരുന്നത്, അതുപോലെ ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇമ്പോസിഷൻ ആൻഡ് കളക്ഷൻ, എങ്ങനെയാണ് ടാക്സ് ഇമ്പോസിഷനും കളക്ഷനും എന്നുള്ളത് ഡയറക്റ്റ് ടാക്സിലും ഇൻഡയറക്റ്റ് ടാക്സിലും ഡിഫറെൻ്റ് ആണ്. ഡയറക്റ്റ് ടാക്സിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്നായിരിക്കും ടാക്സ് കളക്ട് ചെയ്യുന്നത്, ഒരു കമ്പനിയിൽ നിന്നോ ഒരു ഫേമിൽ നിന്നോ ഒക്കെ ആയിരിക്കും ടാക്സ് കളക്ട് ചെയ്യുക. അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പാർട്ടായിട്ടാണ് ടാക്സ് കളക്ഷൻ. ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ടാക്സ് ഹെൽപ്പ് ചെയ്യുന്നു, അതേസമയം ഇൻഫ്ലേഷനെ പ്രൊമോട്ട് ചെയ്യാണ് ഇൻഡയറക്റ്റ് ടാക്സ് ചെയ്യുന്നത്. ഷിഫ്റ്റിംഗ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെയിനായിട്ടും ടാക്സ് ഇമ്പോസ് ചെയ്യുക, ഡയറക്റ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ഇൻകം അല്ലെങ്കിൽ വെൽത്തിലേക്കാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ സെയിലിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കൂടെയാണ് അതിൻ്റെ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത്, ടാക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ പേയ്മെൻറ്റ് അത് പറഞ്ഞു ലംസമായിട്ടാണ്, മറ്റേത് ഇൻസ്റ്റാൾമെൻ്റ് ആണെന്ന് പറഞ്ഞു, പ്രൈസ് ആയിട്ടാണ് ഇൻഡയറക്റ്റ് ടാക്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല പല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുക. ബേർഡനും വളരെ സിവിയർ ആണ് ഡയറക്റ്റ് ടാക്സിൽ, പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് നമുക്കൊരു ബേർഡൻ ഫീൽ നമുക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രൈസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിയുടെ പ്രൈസിനോടൊപ്പം തന്നെ വരുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് ടാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് സിവിയർ ടു ടാക്സ് പെയർ. അതുപോലെ തന്നെ ടാക്സ് ഇവേഷൻ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒന്നാണ് ഡയറക്റ്റ് ടാക്സ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ക്ലിയർ ആയി കാണും. ഡയറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും കമ്പാരിസൺ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, താങ്ക് യു.